ഹലോ, ഞാൻ സോമൻ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ആത്മീയമായ ഒരു അന്വേഷണ രീതിയിലുള്ള ഒന്നാണ്. ചെറുപ്പകാലം മുതലേ തന്നെ ആത്മീയമായ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗുരുക്കന്മാരും അതുമായിട്ടുള്ള വ്യക്തികളുടെയും ബന്ധത്തിലൂടെയാണ് എൻ്റെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആത്മീയമായ രീതിയിൽ ആ ഗുരുക്കന്മാരുടെ സഹകരണത്തിലും അവരുടെ കൂടെയുള്ള സഞ്ചാരത്തിലും കൂടെയാണ് എൻ്റെ ജീവിതം ഇന്നതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറുപ്പകാലം മുതലേ തന്നെ അവരുമായി ഈ ആത്മീയ ഗുരുക്കന്മാരുടെ കൂടെയുള്ള സഹവാസവും സഞ്ചാരം എന്ന് പറഞ്ഞാൽ ഇവിടം മാത്രമല്ല, ഭാരതത്തിലെ എല്ലാ സ്ഥലങ്ങളും, എല്ലാ പുണ്യസ്ഥലങ്ങളും, അതായത് ഹിമാലയം തൊട്ട് ഇങ്ങോട്ട് എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുവാനും അവിടെയുള്ള നമ്മുടെ ഭാരതഭൂമിയുടെ ആത്മീയമായ മാഹാത്മ്യം എന്താണെന്ന് മനസ്സിലാക്കുവാനും ഒരു ഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ സിദ്ധിച്ച ആ ഭാഗ്യത്തിലൂടെ നേടിയ അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തെ ഇങ്ങനെ ആക്കി തീർത്തത്. ഇന്നും ഞാൻ അതിൽ സംതൃപ്തനാണ്. കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യം ആത്മീയമായ ഉന്നതിയും അതിലൂടെയുള്ള പൂർണ്ണതയുമാണ്. ആ പൂർണ്ണത കൈവരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നാളിതുവരെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ ഇന്നതാണ് എന്നും ഞാൻ ഈ ആത്മീയതയിൽ ഒരുപാട് തലം വരെ മുമ്പോട്ട് പോയിട്ടുണ്ട് എന്നും ഞാൻ ആരെയും ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ ഞാൻ എന്നതാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തി അതിലൂടെ ഒരു പ്രസിദ്ധിയോ എന്തെങ്കിലും നേടുവാനോ ഉള്ള യാതൊരു ആഗ്രഹമോ ഇന്നതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഉള്ള ഒരാഗ്രഹവും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ആത്മീയമായ ജീവിതത്തിൻ്റെ അന്വേഷണ ഭാഗത്തിൻ്റെ ഫലമായിട്ട് എൻ്റെ ജീവിതം ഞാനിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഒരുപാട് ആത്മീയ പുസ്തകങ്ങൾ വായിക്കുകയും ഒരുപാട് ആത്മീയ ഗുരുക്കന്മാരുടെ കൂടെ ഇടപഴകുകയും അവരോടുകൂടിയുള്ള ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങളും അവർ നൽകുന്ന ഉപദേശങ്ങളൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ വസ്തുത. അങ്ങനെ വായിച്ചും ചിന്തിച്ചും നിരുധ്യാസത്തിലും കൂടെ ആണ് എൻ്റെ ജീവിതം ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കടന്നു പോകുന്ന ഒരു സാധാരണക്കാരൻ്റെ ജീവിതമാണ് എനിക്ക് ഇന്ന് നിലവിലുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരു ശരവൺ മഹേശ്വർ എന്ന് പറയുന്ന ഒരു കവിയെ കാണുവാനും പരിചയപ്പെടാനും ആ പരിചയപ്പെട്ടതിലൂടെ തന്നെ അദ്ദേഹം ഒരു അനുഗ്രഹീത കലാകാരനാണെന്നും അനുഗ്രഹീത സാഹിത്യകാരനാണെന്നും അതിലുപരി അനുഗ്രഹീത ഒരു കവിയാണെന്നുമുള്ള വിവരം ഞാൻ അത് മനസ്സിലാക്കുന്നത് തന്നെ പല മീഡിയകളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടുമ്പോഴാണ് അദ്ദേഹം പെരുമാറ്റത്തിലും സംസാരത്തിലും വളരെ ലാളിത്യം പുലർത്തുന്ന ഒരു വ്യക്തിയാണെന്നും പരസ്പര ബഹുമാനം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെന്നും മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ അങ്ങേറ്റം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണെന്നും അങ്ങനെ സമൂഹത്തിൽ അദ്ദേഹം വളരെ ഉന്നതമായ ഒരു നിലവാരം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നും മനസ്സിലായത്. അതിനുപരിയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ സാഹിത്യവാസന, പ്രത്യേകിച്ച് കലാവാസന, അതിനേക്കാൾ ഉപരി കവിത്വം എന്ന് പറയുന്ന ഒരു അംശം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ് ശക്തമായിട്ട് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളെ അറിയുവാനും അദ്ദേഹത്തിൻ്റെ കവിതകൾ മീഡിയയിലൂടെ യൂട്യൂബിലൂടെ കേൾക്കുവാനും ഇടയായി. പല കവിതകൾ കേൾക്കുമ്പോഴും തന്നെ വളരെയധികം മനോഹരമായിട്ട് അത് അവതരിപ്പിക്കുവാനുള്ള ഒരു ബദ്ധപ്പാട് അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കാരണം അത്രയധികം ക്ലേശകരമായിട്ടാണ് ആ ഓരോ കവിതകളും അദ്ദേഹം
അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ല പരിതസ്ഥിതിയും നല്ല പ്രകൃതി രമണീയമായ സീനറികളുമൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള കവിത ആലാപനവും ചിത്രീകരണവും വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിനത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നു. പിന്നെ കവിത ആലപിക്കുന്നതിലൂടെയുള്ള ഒരു കേൾവിക്ക് ചെറിയ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ, കവിത ആലപിക്കുമ്പോൾ അതിന് സംഗീതാത്മകമായ ഒരു പരിവേഷം ഉണ്ടായിരിക്കണം. ആ സംഗീതാത്മകമായ പരിവേഷം അല്പം കുറവാണ് എന്നുള്ള ഒറ്റ കുറവ് മാത്രമേ അദ്ദേഹത്തിൻ്റെ ചില ചിത്രീകരണങ്ങളിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. എങ്കിലും വളരെ മേന്മയോടെ തന്നെ, വളരെ നല്ല നിലവാരത്തിൽ തന്നെ അദ്ദേഹത്തിന് തൻ്റെ കവിതകളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു വലിയ ഒരു കവിയായിട്ട് മാറാനുള്ള എല്ലാ സാഹചര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കവിതകൾ വായിച്ചാൽ മനസ്സിലാവും. ഒരുപാട് കവിതകൾ അദ്ദേഹം എഴുതിയിരിക്കുന്നു. ഈ കവിതകൾ എഴുതിയ കവിതകളെല്ലാം തന്നെ ഒന്നുക്കൊന്ന് മെച്ചമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഒരു ക്വാളിറ്റി, അദ്ദേഹത്തിൻ്റെ കവിതയുടെ അതിൻ്റെ മൂല്യം എത്ര കണ്ടുണ്ട് എന്ന് ചോദിച്ചാൽ, അതായത് ഒരു കലത്തിലെ ചോറിൻ്റെ എത്ര കണ്ട് അത് വെന്തു എന്ന് പറയുന്നത് ഒന്നിനെ എടുത്ത് ഞെക്കി നോക്കിയാൽ മതിയാവും. അതുപോലെ ശരവൺ മഹേശ്വരൻ്റെ 101 കവിതകളിൽ ഒരു കവിത എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ കവിതാ മികവ് എത്ര കാലം ഉണ്ടെന്ന്. അദ്ദേഹത്തിൻ്റെ കവിതയുമായിട്ടുള്ള തീക്ഷ്ണമായ ബന്ധവും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കവിതയുമായിട്ടുള്ള ആ മനോഹരമായ അവസ്ഥയും എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അങ്ങനത്തെ കവിതകളും അദ്ദേഹത്തിന് രചിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അദ്ദേഹത്തിൻ്റെ 101 കവിതകൾ ഞാൻ വായിക്കുകയും അത് ആസ്വദിക്കുകയും അതിൻ്റെ കലാമേന്മ എന്താണെന്നുള്ളത് അറിയാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കവിതകളൊക്കെ തന്നെ ഭൂരിഭാഗവും നല്ല നിലവാരം പുലർത്തിക്കൊണ്ട് തന്നെയാണ് ആ കവിതകൾ കടന്നു പോകുന്നത്. അല്പം ചില കവിതകൾ, 1-2 കവിതകൾ മാത്രമേ അതിൽ നിന്ന് ഭിന്നമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുള്ളൂ. അതൊക്കെ സ്വാഭാവികമാണ്. ഒരുപാട് കവിത എഴുതുമ്പോൾ എല്ലാം തന്നെ ഒരേ നിലവാരം പുലർത്തണമെന്നില്ല. ചിലപ്പം അല്പസ്വല്പ നിലവാരത്തിൻ്റെ കാര്യത്തിൽ താഴോട്ട് വന്നുപോയെന്നും വരും. എങ്കിലും ഈ 101 കവിതകൾ അദ്ദേഹം രചിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്ത് ശ്രമകരമായ ജോലിയാണ്. അത്രയും ശ്രമകരമായ ജോലി അദ്ദേഹം വളരെ ക്ലേശകരമായി ചെയ്യുകയും അത് നിഷ്പ്രയാസം പൂർത്തിയാക്കുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന് ഈ സാഹിത്യത്തോടുള്ള അവിച്ഛിന്നമായ, അതായത് അങ്ങറ്റത്തെ അഭിവാഞ്ഛയാണ് കാണിക്കുന്നത്. അങ്ങനെ ഈ അഭിവാഞ്ഛ ഉള്ള ഒരു മഹാ സാഹിത്യ പ്രതിഭ തന്നെയാണ് ശ്രീ ശരവൺ മഹേശ്വർ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകൾ തീർച്ചയായിട്ടും സാഹിതി ദേവിയുടെ അനുഗ്രഹം വളരെയേറെയുണ്ട്. നമ്മുടെ കൈരളിക്ക് അദ്ദേഹത്തിൻ്റെ കവിതകൾ എപ്പോൾ ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ കവിതകൾ അനുവാചകർ അത് വളരെ നെഞ്ചോട് ചേർത്ത് വയ്ക്കും. അത് നമ്മുടെ മലയാള സാഹിത്യത്തിന്, മലയാള സാഹിതി ദേവിക്ക് ഉള്ള ഒരർച്ചനയായിട്ട് നമുക്കത് കാണാവുന്നതേ ഉള്ളൂ. അത്ര മനോഹരമായ രീതിയിൽ അദ്ദേഹം ആത്മാർത്ഥമായുള്ള പരിശ്രമം കൊണ്ട് അദ്ദേഹം അത് സാധിച്ചെടുത്തിരിക്കുകയാണ്. അത് നിസ്തുലമാണ്. അത് ഒരിക്കലും അത് അഭിനന്ദനീയമാണ്. അത് ആർക്കും തന്നെ പെട്ടെന്ന് ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമല്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.